ഫൈനലി ഏറെ കാത്തിരിപ്പിനൊടുവിൽ ദേ നമ്മുടെ വണ്ടി ഇറങ്ങി. ഒരുപാട് സന്തോഷത്തോടെയും എങ്കിലും ഉള്ളിൽ ചെറിയൊരു വിഷമത്തോടെയും കൂടെയാണ് ദേ ഈ പോകുന്നത്. കാരണം നമ്മുടെ പഴയ വണ്ടി ഇവിടെ കൊടുത്തിട്ടാണല്ലോ പുതിയ വണ്ടി ഇറക്കിക്കൊണ്ട് പോകുന്നത്. വണ്ടി ഇറക്കി നേരെ പോയത് ദേ നമ്മുടെ തൊട്ടടുത്ത് കരിക്ക അമ്പലത്തിലേക്കാണ്. താക്കോലൊന്ന് പൂജിച്ചില്ലെങ്കിൽ പിന്നീട് സമാധാനമില്ല. പൂജിക്കാൻ ചെന്നപ്പോൾ ദേ തൊട്ടടുത്തൊരു പുതിയൊരു ചേസ് കിടപ്പുണ്ട്, അതും പൂജിക്കാനായിട്ടോ വന്നേക്കുന്നത്. പിന്നെ ലേറ്റായതുകൊണ്ട് നേരെ അമ്പലത്തിനകത്തേക്ക് തന്നെ പോയി. പുതിയ ബൈക്കൊക്കെ ഇറക്കിയതല്ലേ, അതുകൊണ്ട് സ്വർണ്ണമാലയ്ക്കിട്ടൊക്കെ തന്നെ പോയത്. 10 തൊട്ടും കുറയ്ക്കണ്ട. അയ്യോ ദാരിദ്ര്യം. പിന്നെ അവിടെ കാര്യങ്ങൾ ഡിലേ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി. താക്കോലും പൂജിച്ച് കിട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ പൂജാരി ചേട്ടൻ വന്നു, എല്ലാം സെറ്റാക്കി തന്നു. നമ്മുടെ വണ്ടി പൂജിക്കുന്ന ടൈമിൽ ആ ചേസിന്റെ നേരത്തെ പൂജ കഴിഞ്ഞ് തന്നു. അവർ ആദ്യമേ പോയി. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. എന്തായാലും പൂജ കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിക്ക് ഐശ്വര്യം വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയം എടുക്കും ഇതിന്റെ ഈ പരിപാടിയെല്ലാം ഒന്ന് പഠിച്ചെടുക്കാനായിട്ട്. 100 ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ഇനി യൂട്യൂബിൽ നോക്കി എല്ലാം ഓരോന്നായിട്ട് പഠിച്ചെടുക്കണം. വണ്ടി ഷോറിൽ ഇറക്കിയ ടൈമിൽ അവരെല്ലാം പറഞ്ഞു തന്നതാ. അപ്പോൾ എല്ലാം തലയാട്ടിക്കിട്ട് സമയത്ത് വണ്ടി സ്കൂളിൽ നിൽക്കുന്നില്ല. പഠിപ്പിക്കുമ്പോഴത്തേക്ക് എല്ലാം മനസ്സിലായി, അതേ മനസ്സിലായി, എല്ലാം കേട്ട് തലയാട്ടി പോകും. പക്ഷേ പിന്നെ ഒന്നും മനസ്സിലാവത്തില്ല. ഇനി യൂട്യൂബിൽ നോക്കിയിട്ടാണോ എല്ലാം സെറ്റാക്കി എടുക്കുക. ഈ പകൽ കാണുന്ന പോലെ അല്ല കൂടെ രാത്രി ഇതിന്റെ ഭംഗി, പ്രത്യേക ഭംഗി. ഇതിന്റെ അകത്ത് ഈ ക്ലസ്റ്റർ ആയാലും ഫ്രണ്ടിൽ നോക്കുന്നതായാലും മൊത്തത്തിൽ ഇതിന്റെ ലുക്ക് തന്നെ ഒരു വേറെ ലെവൽ ലുക്ക്. ഈ വെട്ടത്തുനിന്ന് പട്ടിടി കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് പോവാ ബൈ.